ഈ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിലെ LDF സ്ഥാനാർത്ഥി PK ശ്യാമളയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യ. യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ശ്യാമളയും ഗോവിന്ദനും ഇറങ്ങി നടന്ന് വോട്ട് ചോദിക്കുകയാണ് ജനങ്ങളോട്. ഈ അവസരത്തിൽ നമ്മൾ PK ശ്യാമള ആരാണെന്നറിയണം. ഒപ്പം ആന്തൂരിലെ വ്യവസായി സഖാവ് സാജനെയും. ആ സാജൻ ഇന്നില്ല, പക്ഷേ ശ്യാമളയുണ്ട്. 2019 ജൂൺ 18 പ്രവാസി വ്യവസായിയായ സാജൻ പുതിയ തെരുവിലെ വീട്ടിൽ തൂങ്ങി മരിച്ചത്. ദീർഘകാലം നൈജീരിയയിലായിരുന്നു സാജൻ. തൻ്റെ ആയുഷ്കാല സമ്പാദ്യം കൊണ്ടാണ് ഭാരത കൺവെൻഷൻ സെൻറ്റർ എന്ന കെട്ടിട സമുച്ചയം നിർമ്മിച്ചത്. ഈ കൺവെൻഷൻ സെൻറ്ററിന് പ്രവർത്തനാനുമതി കിട്ടാനായി പലതവണ സാജൻ ആന്തൂർ നഗരസഭയിൽ കയറിയിറങ്ങി. എന്നാൽ അന്നത്തെ ആന്തൂർ നഗരസഭ അധ്യക്ഷയായിരുന്ന PK ശ്യാമള ഭാരത കൺവെൻഷൻ സെൻറ്ററിന് പ്രവർത്തനാനുമതി കൊടുക്കാൻ തയ്യാറായില്ല. ഞാൻ ഈ കസേരയിലിരിക്കുമ്പോൾ നിന്റെ കൺവെൻഷൻ സെൻറ്ററിന് പ്രവർത്തനാനുമതി തരില്ല എന്നായിരുന്നു ശ്യാമളയുടെ തീട്ടൂരം. മറ്റു വഴികളില്ലാതെ വന്നപ്പോഴാണ് സാജൻ ഒരു മുഴം കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. മരിക്കുന്നതിന് മുൻപ് അയാൾ ഒരു കുറിപ്പെഴുതി വെച്ചിരുന്നു. അതിങ്ങനെയായിരുന്നു: ഈ വികസന വിരുദ്ധർ എന്നെ തോൽപ്പിച്ചു. ഇവരോട് ഞാനും എൻ്റെ ജീവനക്കാരും പോരടിച്ചിട്ടും ഫലമുണ്ടായില്ല. പ്രവാസി ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ പാഴായി. ഇതായിരുന്നു മരണക്കത്തിൽ അയാൾ കുറിച്ച വരികൾ. അയാൾ ഒരു സഖാവ് കൂടിയായിരുന്നു എന്നോർക്കണം. നോട്ട് ബുക്കിൽ എഴുതിയ ഈ കുറിപ്പ് സാജൻ്റെ മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കെട്ടിട നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3 തവണ സാജന് നോട്ടീസ് നൽകിയെന്നും ജില്ലാ ടൗൺ പ്ലാനർ നടത്തിയ പരിശോധനയിലും സാജൻ്റെ മരണശേഷം പൊതുമരാമത്ത് വിജിലൻസ് നടത്തിയ പരിശോധനയിലും ഇതേ വീഴ്ചകൾ കണ്ടെത്തിയെന്നും അപാകതകളിൽ പലതും പരിഹരിച്ചതിനു ശേഷം കൺവെൻഷൻ സെൻറ്ററിന് താൽക്കാലിക പ്രവർത്തനാനുമതി നൽകിയെന്നുമൊക്കെ പിന്നീട് വിശദീകരണങ്ങളുണ്ടായി. പേരിനു വേണ്ടി ശ്യാമളയുടെ മൊഴിയെടുത്തു. DYSP കൃഷ്ണദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു കേസ് അന്വേഷിച്ചത്. കൺവെൻഷൻ സെൻറ്ററിന് പ്രവർത്തനാനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് തനിക്ക് പങ്കില്ലെന്നും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ഉദ്യോഗസ്ഥരാണെന്നുമായിരുന്നു ശ്യാമളയുടെ ന്യായീകരണം. എന്നാൽ താൻ ഈ കസേരയിലിരിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് തരില്ലെന്ന് തീർത്തു പറഞ്ഞ ശ്യാമളയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണം എന്നായിരുന്നു സാജൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം. സാജൻ്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്വേഷണ വിവരങ്ങൾ ചോർന്നുകൊണ്ടിരുന്നു. ഇതിൽ അന്വേഷണ സംഘാംഗങ്ങൾക്ക് തന്നെ അതൃപ്തി ഉണ്ടാകുകയും അവർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തു. സാജനെ അടക്കം ചെയ്ത പച്ച മണ്ണുണങ്ങുന്നതിന് മുമ്പ് തന്നെ പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ മുഖപ്രസംഗം എഴുതിയത് ഇങ്ങനെയായിരുന്നു: സാജൻ ആത്മഹത്യ ചെയ്തത് കൺവെൻഷൻ സെൻറ്ററിന് പ്രവർത്തനാനുമതി നിഷേധിച്ചതുകൊണ്ടല്ല, മറിച്ച് സാജൻ്റെ ഭാര്യ ബീനയും ഡ്രൈവർ മൻസൂറും തമ്മിലുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതിലുള്ള മനോവിഷമം കാരണമാണ്. ഇതായിരുന്നു പാർട്ടി പത്രത്തിലെ മനുഷ്യത്വമില്ലാത്ത ന്യായീകരണം. ഇടത് സൈബർ സഖാക്കൾക്ക് ഇതൊരു ഉത്സവമായിരുന്നു. അവർ സൈബറിടങ്ങളിൽ ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചു. ഇതോടെ അണികൾ പോലും പാർട്ടിക്കെതിരെ തിരിഞ്ഞു. ഇനിയും ഞങ്ങളെ ദ്രോഹിച്ചാൽ എൻ്റെ മക്കളെയും കൊന്ന് ഞാനും ജീവനൊടുക്കും എന്ന് ഒടുവിൽ ബീനയ്ക്ക് പരസ്യമായി പറയേണ്ടി വന്നു. അത്ര ക്രൂരമായിരുന്നു സൈബർ സഖാക്കളുടെ അപവാദ പ്രചരണം. ഇതിനെതിരെ സാജൻ്റെ ഭാര്യ മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകി. പിന്നീട് ഇത്തരം പ്രചാരണങ്ങളും വാർത്തകളും തെറ്റാണെന്നും സാജൻ്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളില്ലെന്നും കാണിച്ച് അന്നത്തെ ജില്ലാ പോലീസ് മേധാവി പ്രതീഷ് കുമാർ സാജൻ്റെ ഭാര്യ ബീനയ്ക്ക് കത്തിലൂടെ മറുപടി നൽകി. പ്രതിഷേധം കടുത്തതോടെ ആന്തൂർ നഗരസഭാ സെക്രട്ടറി MK ഗിരീഷിനെയും മറ്റ് 4 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്ത് ശ്യാമളയെ സംരക്ഷിച്ചു. ഇതിനിടെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ഗിരീഷ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലെത്തുകയും ചെയ്തു. ഏതാനും മാസങ്ങൾക്കകം ഗിരീഷിനെ കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തു. 2020 ഒക്ടോബറിൽ സാജൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് പോലീസ് തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് നൽകി. സാജൻ്റെ കൺവെൻഷൻ സെൻറ്ററിന് അനുമതി വൈകിപ്പിക്കാൻ ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ PK ശ്യാമള ഇടപെട്ടതിന് തെളിവില്ല എന്നായിരുന്നു ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ശ്യാമളയുടെയും ഭർത്താവ് ഗോവിന്ദൻ്റെയും പാർട്ടി ഭരിക്കുമ്പോൾ പോലീസ് ഇങ്ങനെയൊരു റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നീട് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചു. ആർക്കെതിരെയും തെളിവില്ലാത്തതുകൊണ്ട് ക്രൈംബ്രാഞ്ചും കേസന്വേഷണം അവസാനിപ്പിച്ചു. സാജൻ ആത്മഹത്യ ചെയ്തത് തൻ്റെ കൺവെൻഷൻ സെൻറ്ററിന് അനുമതി കിട്ടാത്തത് കൊണ്ടാണെന്നും എന്നാൽ അതിൽ ശ്യാമള അടക്കമുള്ളവർക്കെതിരെ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുമായിരുന്നു കേസന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ വിശദീകരണം. സാജൻ്റെ മരണശേഷം ശ്യാമളയ്ക്കും ഭർത്താവ് MV ഗോവിന്ദനും ഉയർച്ചയുടെ കാലമായിരുന്നു. ഗോവിന്ദൻ കുറേ നാൾ മന്ത്രിയായിരുന്നു. പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. ഇപ്പോൾ വിട്ടിത്തരവും വിടിവായത്വവും പറഞ്ഞുകൊണ്ട്
CH കണാരനെയും ചടയൻ ഗോവിന്ദനെയും ഒക്കെ പോലെയുള്ള മഹാന്മാർ ഇരുന്ന കസേരയിലിരിക്കുന്നു ഗോവിന്ദൻ. ഇപ്പോൾ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുതിർന്ന CPM നേതാവുമായ TK ഗോവിന്ദൻ ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. ആന്തൂരിലെ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട സാജന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന രേഖകൾ ഓഫീസിൽ നിന്ന് കാണാതായിട്ടുണ്ടെന്നും അതൊക്കെ ചെയ്ത ആളുകൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നുമാണ് TK ഗോവിന്ദൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ ഗുരുതരമായ കുറേ യാഥാർത്ഥ്യങ്ങൾ TK ഗോവിന്ദൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. ഏതൊക്കെ തെളിവുകൾ നശിപ്പിച്ചാലും രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഏതൊക്കെ അന്വേഷണങ്ങളെ അട്ടിമറിച്ചാലും ജനങ്ങൾക്കറിയാം എന്താണ് വാസ്തവമെന്ന്. സഖാക്കളുടെയും സഖാത്തികളുടെയും മനുഷ്യത്വമില്ലാത്ത മനസ്സും ജനങ്ങൾക്കറിയാം. കണ്ണൂർ ADM നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട PP ദിവ്യയും 51 വെട്ടുകൾ കൊണ്ട് ഇല്ലാതാക്കിയിട്ടും കലിയടങ്ങാതെ സഖാവ് TP ചന്ദ്രശേഖരനെ കുലംകുത്തി എന്നും കുലംകുത്തി തന്നെ എന്ന് അധിക്ഷേപിച്ച പിണറായി വിജയനുമൊക്കെ ഈ മനസാക്ഷിയില്ലായ്മയ്ക്ക് ഉദാഹരണങ്ങളാണ്. ആന്തൂരിലെ സാജനെ തളിപ്പറമ്പ് മണ്ഡലത്തിലെ വോട്ടർമാർ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഒരിക്കൽ കൂടി ഓർക്കണം, പ്രത്യേകിച്ച് ശ്യാമള മത്സരിക്കുമ്പോൾ.